ജലദോഷം പിടിച്ചിരിക്കുകയാണ്. बड़ी बड़ी पोपट जोरदार. നീ ഇങ്ങനെ ബ്രേക്ക് പിടിക്കരുത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ നിന്റെ കാലൊടിഞ്ഞു പോയെന്ന് വരും. പിന്നെ നിനക്ക് ഒരു സ്ഥലത്ത് പോലും കാലെടുത്ത് വെക്കാൻ കഴിയില്ല. ഒന്ന് മിണ്ടാതിരിക്കുക ഹണി. കർത്ത, എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നീ എന്താന്ന് വെച്ചാ വേഗം പറയൂ. എന്താണ് ആ കാര്യം? ചിപ്സിന്റെ കവറിനകത്ത് കാറ്റ് കുറവും ചിപ്സ് അധികമായിട്ടും ഉണ്ട്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിപ്പോ സൂര്യൻ തണുത്തുറഞ്ഞു പോയി എന്ന് പറയുന്നതിനേക്കാളും വലിയ കാര്യമായി പോയി. എന്നാ പിന്നെ അടുത്ത കാര്യം കൂടി നീ അങ്ങ് പറയേ. ഡോക്ടർ ബാലുവിനെ കാണാനില്ല. എന്താ? എന്നാ ആദ്യം ഈ കാര്യം നിനക്ക് പറഞ്ഞൂടായിരുന്നോ? കർത്ത, എല്ലാവരുടെ സുഹൃത്താ, നിങ്ങൾ എല്ലാരും പെട്ടെന്ന് തന്നെ ക്ലിനിക്കിലേക്ക് വരൂ. സർക്കസിൽ കാണാം ഒരു കുള്ളൻ. ഡോക്ടർ ബാലുവാണ് കള്ളൻ. കള്ളൻ. ഡാൻസ് മാസ്റ്ററാണ് പ്രഭുദേവ. ഡോക്ടർ ബാലു പുറത്തേക്ക് വാ. ഡോക്ടർ ബാലുവിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണല്ലോ. ഡിമാൻഡ് ഒന്നും അല്ല, ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് പുറകിലൂടെ ചെന്ന് നോക്കാം എന്താ കാര്യമെന്ന്. എല്ലാരും വാ. ഇതുപോലത്തെ ലെറ്റർ ബാലുവൈദ്യന്റെ വാനിൽ നിന്നും കിട്ടിയിരുന്നു. അതുമുതൽ അദ്ദേഹത്തെ കാണാനില്ല. ഡോക്ടർ ബാലുവും വൈദ്യർ ബാലുവും ഡോണിന്റെ വീട്ടിനകത്തുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പോലീസിൽ അറിയിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേക്ക്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു ഇങ്ങനെയുള്ള ബാഡ്ജ് ഡോൺ സാബ് കുമാറാ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോ ആ ഡോണ് ചേട്ടനെ അനിയനെയും പൊക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. നമ്മളവരെ സഹായിച്ചേ മതിയാവൂ. എന്നാ ശരി, നമുക്കവരെ പൊക്കിക്കൊണ്ടുവരാനായിട്ട് വല്ല ക്രെയിനും ഏർപ്പാടാക്കാം. കഴുതേ, അങ്ങനെയല്ല പറഞ്ഞു വന്നത്. നമ്മൾ ഡോക്ടർ ബാലുവിനെയും ബാലു വൈദ്യരെയും ഡോൺ സാബിന്റെ പിടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അല്ലെങ്കിൽ രോഗികൾ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ ആ ഡോണിന്റെ താവളം എവിടെയെന്ന് നോക്കാം. നിങ്ങൾ എന്റെ തൊട്ട് താഴെ കൂടി വന്നാ മതി. താഴെ കൂടെ അല്ലടാ, പുറകെ കൂടെ വരാനാ പറയേണ്ടത്. പക്ഷെ ഞാൻ പറക്കുമ്പോ നിങ്ങളൊക്കെ എന്റെ താഴെ തന്നെയല്ലേ ഉണ്ടാവുക. സംശയമുണ്ടോ? നീ എങ്ങോട്ടായി കൊണ്ടുവന്നിരിക്കുന്ന പോപ്പാട്? ഇതൊരു ബംഗ്ലാവല്ലേ? നമുക്ക് ഡോണിന്റെ താവളത്തിലേക്കല്ലേ പോകേണ്ടത്? ഇതാണ് ഡോണിന്റെ താവളം. ഞാൻ ആ ജംഗ്ഷനിലുള്ള സമൂസ കച്ചവടക്കാരനോട് ചോദിച്ച് കൺഫേം ചെയ്തത്. ഇതെന്ത് താവളം ഇത്? ഈ ബംഗ്ലാവ് നല്ല രീതിയിൽ സൂക്ഷിക്കണാണല്ലോ. ദേ നിൽക്കുന്നു ഡോക്ടർ ബാലുവും വൈദ്യര് ബാലുവും. ഇവരെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയല്ലോ. പക്ഷെ ഇവർ എന്തിനാണ് ഇങ്ങനെ വൃത്തിയാക്കുന്നത്? ദീപാവലിയുടെ സമയമെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും എല്ലാരും കൂടി ഇത്രയും നന്നായിട്ട് വൃത്തിയാക്കുന്നത്. ഇത് ചീറ്റിംഗ് ആണ്. ഇത് വല്ലാത്ത ചതിയായി പോയി. വേഗം ഇത് വൃത്തിയാക്ക്, വേഗം വൃത്തിയാക്ക്. വൃത്തിയല്ല, വൃത്തികേടായിരിക്കുന്നു. വൃത്തിയാക്ക്. 3 പ്രാവശ്യം ടേബിൾ വൃത്തിയാക്കി, എന്നിട്ട് വൃത്തിയായില്ലല്ലോ. ബോസ്, ടേബിളെല്ലാം നല്ല വൃത്തിയാണ്. സാറിന്റെ ഭൂതക്കണ്ണടിയിലാണ് അഴുക്കുള്ളത്. ഇവിടെ വരൂ. താൻ എന്തൊക്കെയാണ് കാട്ടുന്നത്? എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? രാവിലെ തുടങ്ങിയതാണ് ഈ വൃത്തിയാക്കൽ. താൻ ഡോണാണോ അതോ വേലക്കാരനാണോ? കുളിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം 3 പ്രാവശ്യം തിളപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ രോഗാണുക്കൾ പോകില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇത്രയും നേരം സംസാരിച്ചില്ലേ? ഇനിയിപ്പോ ബ്രഷ് ചെയ്യേണ്ടി വരുമല്ലോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇയാളെ നമ്മൾ ശ്രദ്ധിച്ചതേ ഇല്ല. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എന്താ പ്രശ്നം? ഇവിടെ വരൂ. കുട്ടിയാനെ പോലെ ഇരിക്കുന്ന കുട്ടിച്ചാത്ത, താൻ എന്താണ് ഈ ചെയ്യുന്നത്? അവിടുന്ന് ജംസിനെ കളഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫ്രഷ് ആയ വായു കയറ്റി. ഒരു സ്ഥലത്ത് നിന്ന് എന്നെ ശ്വാസം വലിച്ചാൽ പെട്ടെന്ന് ജംസ് വരില്ലേ? പിന്നീട് എനിക്ക് അസുഖങ്ങളും വരില്ലേ? ഇതിനിടയ്ക്ക് 2 പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, അയ്യോ പ്ലീസ് കൈ കഴുകിയിട്ട് എന്നെ ഫോളോ ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം, വൃത്തിയിൽ എപ്പോഴും എല്ലായ്പ്പോഴും ഞാനൊരു നിർബന്ധ ബുദ്ധിക്കാരനല്ല. വൃത്തി എനിക്ക് വളരെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വൃത്തിയായി നടക്കുന്നത്. അല്ലേ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ?
ഇയാൾ നല്ല കൊമേഡിയൻ ആണല്ലോ. ഇയാളോട് ദേഷ്യമല്ല, സ്നേഹം മാത്രമാണ് തോന്നുന്നത്. ആ ചിരിച്ചോ ചിരിച്ചോ, ഞാൻ നിങ്ങളെ രണ്ടുപേരെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ രണ്ടുപേരും എന്റെ പേഴ്സണൽ ഡോക്ടറായി മാറിയിരിക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്നെ ചികിത്സിക്കണം. വേഗമാകട്ടെ, ഇപ്പൊ തന്നെ വേണം. ഓ ഇവിടെ ഒരു കണ്ടാൽ അയ്യോ പാവമാണ്, മിണ്ടുമ്പോഴോ ഭീഷണിയാണ്. ഈ ഗാർഡ്സിന്റെ ബലത്തിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് ചീറ്റിംഗ് ആണ്. ചീറ്റിംഗ് ചീറ്റിംഗ്, ഞാൻ ആരും ചീറ്റ് ചെയ്യാറില്ല. ഈ ഗാർഡ്സിനെ ഞാൻ എനിക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അതായത് ഒരു ജെംസ് പോലും എന്നെ പിടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോ എന്നെ രോഗം പിടികൂടും. എന്റെ പ്ലാൻ എന്താ? നല്ലതല്ലേ? അടിയടി മക്കളെ, കയ്യടി കയ്യടി. എടോ, എന്നെ ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്താൽ ജെംസ് വരും. ജെംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അസുഖം പിടിക്കില്ലേ. അതുകൊണ്ട് ടച്ച് ഉണ്ടാ. ഇങ്ങനെയാണെങ്കിൽ താൻ ഞങ്ങളുടെ ഈടി കൊണ്ട് അസുഖം വരുത്തി വെക്കും. മര്യാദയ്ക്ക് വിട വരെ. ഇവിടെ വരൂ. നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കാൻ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. വന്ന സ്ഥിതിക്ക് ഞങ്ങളെ എടുക്കൂ, എന്നിട്ട് വേഗം രക്ഷപ്പെടാൻ നോക്കൂ. ചീറ്റിംഗ് ചീറ്റിംഗ്, എന്നെ ചീറ്റ് ചെയ്യാൻ നോക്കിയാൽ എന്റെ ഗാർഡ്സ് നിങ്ങളെ ആരും വെറുതെ വിടില്ല. എടോ, ഹാൻഡ് വാഷ്, ഡിറ്റർജന്റ്, സാനിറ്റൈസറെ, ലൈസോളെ, വേഗം പിടിക്കവരെ. ബാത്റൂമിലുള്ള സകല ഐറ്റംസിനെയും ഗാർഡ്സ് ആക്കി വെച്ചിരിക്കുകയാണല്ലേ. അപ്പൊ പിന്നെ ബാത്റൂമിൽ ആരാണ്? അബ്ബാസ് ആണോ? ഇവന്റെ പേര് ഞാൻ സോപ്പ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇവന് ഞാൻ ഞായറാഴ്ച അവധിയും കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ അവൻ ഡെയിലി സോപ്പായി മാറും. തമാശ പറഞ്ഞാണ്. അടിക്കടിക്ക് എല്ലാരും കൈയടിക്ക്. ഇവര് ബാത്റൂം കഴുകുന്ന ആൾക്കാരാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടോടും വിളിച്ചേനെ. കൈ കൊണ്ട് തൊട്ടു പോകരുത്, കൈ കൊണ്ട് തൊട്ടു പോകരുത്. തൊട്ട് കഴിഞ്ഞാൽ ജെംസ് പെട്ടെന്ന് വരും. പിന്നീട് നീ കാരണം എനിക്ക് അസുഖം വരും. നോ ടച്ചിങ്, നോ ടച്ചിങ്. വാ കൊണ്ട് വെറുതെ എന്തിനാടാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? അത് പിന്നെ ഫൈറ്റിന്റെ ഫീൽ വരുത്താൻ വേണ്ടിട്ടാണ്. എന്റെ അമ്മോ, ബോഡിയിലെ ഏതാ എല്ലൊടിഞ്ഞു പോയെന്നാ തോന്നുന്നേ. അതല്ല, ഇയാളുടെ പോക്കറ്റിൽ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയതാണ്. ഒരടി സ്വന്തമായിട്ട് അടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഫൈറ്റിൽ കുറച്ചെങ്കിലും ചേഞ്ച് ഉണ്ടാവുമല്ലോ. ഗാർഡ്സ്, യവന്മാരെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടാൻ നോക്ക്. ഒറ്റെണ്ണം രക്ഷപ്പെടരുത്. ഇവിടെ വരൂ. നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കാൻ വന്നതല്ലേ, എന്നിട്ട് പോ. നിങ്ങളും കുടുങ്ങി. പക്ഷേ ഈ ഡോക്ടർ ബാലു നിങ്ങളുടെ ധീരതയുടെ ഫാനാണ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്റെ ജീവിതത്തിലെ പോസ്റ്റ് പെയ്ഡ് പ്ലാൻ ആണ്. പേടിക്കണ്ട, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്ലീസ്, ഞങ്ങളെ ഒരിക്കലും ജയിലിൽ അടക്കില്ലേ ഡോൺ. ഞങ്ങൾ പുറത്തു പോയിട്ട് ഇൻസ്പെക്ടർ പാണ്ഡെയോട് ഒന്നും തന്നെ പറയില്ല. മാത്രമല്ല, നിങ്ങളുടെ ഈ കെട്ടിടം നാൽക്കവല ജംഗ്ഷനിലാണെന്ന് ഒരു കാരണവശാലും പറയില്ല. കൊള്ളാണി, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു. നീ എന്തായാലും ഇൻസ്പെക്ടർ പാണ്ഡെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അല്ലേ? അയ്യോ സോറി, ഞാൻ ഫോൺ ചെയ്തതല്ല, ചെവി ചൊറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇനി ഏതായാലും നിങ്ങളെല്ലാം ജയിലിൽ അടക്കേണ്ടി വരും. ഹണി ഡോണിന്റെ ഫേവറേറ്റ് ആയിരിക്കും. കാരണം ഡോണിന് വൃത്തിയുള്ള സാധനങ്ങൾ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇവന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലല്ലോ, നല്ല വൃത്തിയല്ലേ. ഡോക്ടർ ബാലുവിനെ വൈദ്യർ ബാലുവിനെ എത്ര പെട്ടെന്ന് പുറത്തെത്തിക്കണം, അല്ലെങ്കിൽ സിറ്റിയിലുള്ള ആൾക്കാരുടെ ചികിത്സ നടക്കില്ല. എങ്ങനെയെങ്കിലും പേടിപ്പിച്ച് നമുക്ക് ഈ കാര്യം സാധിച്ചെടുക്കണം. പക്ഷെ എങ്ങനെയാണ് പേടിപ്പിക്കുക? ആ ഡോൺ ചെറിയ ജെംസുകളല്ലേ പേടിക്കുന്നത്, നമ്മളാണെങ്കിൽ ഇത്രയും വലുതുമാണ്. ആ ഐഡിയ കൊള്ളാം വലിയളിയാ. വെൽക്കം കൊച്ചലിയ. പക്ഷെ ഒരു സംശയം, ഞാൻ എന്താ ഐഡിയ ഇപ്പൊ തന്നത്? ആ ഡോണിന് ജെയിംസിന് പേടിയല്ലേ, അപ്പൊ അത് വെച്ച് തന്നെ അയാളെ നമുക്ക് പേടിപ്പിക്കാം. ഐഡിയ കേൾക്ക്. ഇത് അടിപൊളി ഐഡിയ ആണ് കൊച്ചലിയ. നീ എന്റെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കൊച്ചലിയനാണ്. ആ ഇൻസ്പെക്ടർ പാണ്ഡയെ വേഗം ഫോൺ ചെയ്ത് അറിയിക്ക്, വേഗം. എന്റെ ബോസേ, ആ മിഠായിയുടെ കവറെങ്കിലും ഒന്ന് അടിച്ചു കളയേ. എടോ, കവർ അഴിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റ് പല്ലിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല്ലിൽ ജെംസ് വരില്ലേ? ഓ, ചീറ്റിംഗ് ചീറ്റിംഗ്, ഇത് വലിയ ചീറ്റിംഗ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നത്? നിങ്ങൾ പുറത്തു വന്നതും എന്റെ മുമ്പിൽ തന്നെ വന്ന് പെട്ടു. ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ ഹണിക്ക് ജലദോഷം പിടിച്ചിരിക്കുകയാണ്. ചീറ്റിംഗ് ചീറ്റിംഗ്, ഇത് വളരെ വലിയ ചീറ്റിംഗ് ആണ്. എടോ, ഇവന്റെ തുമ്മലൊന്ന് നിർത്ത്. ഇവിടെ വരൂ. വൈറൽ ഫീവർ ആണ്. അവന്റെ അടുത്ത് പോയാൽ തനിക്കും വൈറൽ ഫീവർ പിടിക്കും. തിരിച്ചു പോകൂ. ഏയ് വേണ്ട, തുമ്മരുത് തുമ്മരുത്, തുമ്മിപ്പോകരുത്. നല്ല കാര്യങ്ങൾ എപ്പോഴും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ ഏറ്റവും നല്ല ഡോക്ടറെ മാത്രമേ കാണിക്കാറുള്ളൂ, എങ്കിലേ എന്റെ ആരോഗ്യം മെച്ചപ്പെടുകയുള്ളൂ. വേഗം വാ, ഡോക്ടർ ബാലുവിനെയും ബാലു വൈദ്യരെയും നമുക്ക് രക്ഷിക്കണം. ഹണി വാ, രക്ഷപ്പെടാം.
ചീറ്റിംഗ് ചീറ്റിംഗ് ഇത് വളരെ വലിയ ചീറ്റിംഗ് ആണ്. വേഗം അവരെ പോയി വൃത്തിയാക്ക്. ആഹാ അത് കൊള്ളാലോ. എല്ലാത്തിനും ഞാൻ ഇന്നിടിച്ച് പപ്പടമാക്കും. വാ, വാ. ആ. തന്റെ തലയിലാകെ താരനുണ്ട്. അത് മാറ്റിയെടുക്കാനുള്ള മരുന്ന് എന്റെ വാനിലുണ്ട്. എന്റെ മരുന്നിന് നല്ല ശക്തിയുണ്ട്. തനിക്ക് ഉറപ്പായിട്ടും എന്തോ അസുഖമുണ്ട്. ഞാൻ തന്റെ പൾസ് ഒന്ന് ചെക്ക് ചെയ്യാം. വേണ്ട, പൾസ് നോക്കാൻ താരന്റെ അടുത്ത് വരും, എന്നെ തൊടും. വേണ്ട, തൊടണ്ട തൊടണ്ട. പട്ടി കടിച്ചാലേ 14 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ തൊടുമ്പോഴൊക്കെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരില്ലേ? എന്തായാലും താൻ പേടിക്കേണ്ട ഒരാവശ്യമില്ല. തന്റെ അടുത്ത് ഡോക്ടർ ബാലു ഉണ്ട്, വൈദ്യർ ബാലു ഉണ്ട്. ഇത് ചീറ്റിക്കാണ്, ചീറ്റിക്കാണ്, വലിയ ചീറ്റിക്കാണ്. തൊട്ട് കഴിഞ്ഞാൽ അതുമൂലം ജംസ് ഉണ്ടാവും. പേടിക്കണ്ട, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാലുവും വൈദ്യുതി ബാലും തന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. വരൂ, ഞങ്ങൾ ആലിംഗനം ചെയ്യൂ. ഈ കുപ്പികൾ കണ്ടോ താൻ? ഒരു 50 വർഷം പഴക്കം കാണും ഇതിന്. ഇതിൽ ഒരുപാട് ജെംസും കാണും. അയ്യോ, വീണ്ടും ജംസോ, എന്നെ പരീക്ഷിക്കരുത്. എനിക്ക് അസുഖം പിടിച്ചിരിക്കുകയാണ്. എന്റെ ഹൃദയമിടിപ്പ് കൂടിയിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണേ. അതുമായി നിനക്ക് മാപ്പ് തന്നാലും നിയമപാലകർ ഒരിക്കലും നിനക്ക് മാപ്പ് തരില്ല. നീ ജയിലിലേക്ക് പോകേണ്ടി വരും. അതെനിക്ക് സമ്മതമാണ്. പക്ഷെ എനിക്കിടുന്ന വിലങ്ങിൽ സാനിറ്റൈസർ അടിച്ചിരിക്കണം. എന്നെ ഇടുന്ന ലോക്കപ്പും സാനിറ്റൈസ് ചെയ്യണം. ഈ വിലങ്ങിലും ജെംസ് ഉണ്ട്. ലോകമെമ്പാടും ജെംസ് ഉണ്ട്. ഇവിടെ വരൂ. നിങ്ങൾ 4 പേരുടെയും ധൈര്യം കാരണം ഞങ്ങൾ ആ ഡോണിൽ നിന്നും രക്ഷപ്പെട്ടു. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ വീട്ടിൽ പാർട്ടിയുണ്ട്. ജെംസിനെ പേടിക്കരുത്. വന്ന് എന്നെ കെട്ടിപ്പിടിക്കൂ. ഇവിടെ വരൂ. ഒന്നിനെയും പേടിക്കരുത്. പേടിച്ച് മാറി നിൽക്കരുത്. പാലിൽ പഞ്ചസാര ചേർക്കാതെ കുടിക്കരുത്. കൂട്ടുകാർ കഷ്ടപ്പെട്ട് രക്ഷിച്ചാൽ അവരെ സ്നേഹിക്കാതിരിക്കരുത്. ഇവിടെ വരൂ. നിങ്ങൾ ഇത്രത്തോളം സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചപ്പോ എന്റെ മൂക്ക് ശരിക്കും നിറഞ്ഞു. ഇപ്പൊ എനിക്ക് ശരിക്കും തുമ്മൽ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. ഞാനൊരു തമാശ കാണിച്ചതല്ലേ. ഇതിലൂടെ ടെൻഷൻ കുറയുമെന്നാ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്.